ത രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഹാത്ത, മറ്റൊന്ന് ബാത്ത. ഹാത്ത ഇൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ശബ്ദമാണ് വരിക, ചേർത്തി ഓതുമ്പോൾ ത ശബ്ദം വരും. ബാത്ത ഇൽ വഖഫ് ചെയ്യുമ്പോഴോ, വഖഫ് ചെയ്യുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഒക്കെ ത ശബ്ദം വരും. ഹാത്ത ഇൽ വഖഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹ വരണം, ഇല്ലാതെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് കൊടുത്ത് അല്ലെങ്കിൽ ഹർക്കത്ത് കൊടുത്ത് തായ പൂർണ്ണമായും കളഞ്ഞ് ഓതാൻ പാടില്ല. രണ്ടു തരത്തിൽ ത വരും, അത് ഹാത്ത ബാത്ത ആയി വരും. ഹാത്ത ഇൽ നിർത്തുമ്പോൾ ത ഇൻ സ്വരമൊരു ഹ ആയി മാറി വരും. മനസ്സിലായില്ലേ? രണ്ട് തരത്തിൽ ത വരും, ഹാത്ത ബാത്ത. ഹാത്ത ഇൽ നിർത്തുമ്പോൾ അതിൻ്റെ സ്വരം ഹ ആയി വരും എന്ന്. രണ്ടു തരത്തിൽ ത വരും, അതു ഹാത്ത ബാത്ത ആയി വരും. ഹാത്ത ഇൽ നിർത്തുമ്പോൾ ത ഇൻ സ്വരമൊരു ഹ ആയി മാറി വരും. ഇനി ശ്രദ്ധിക്കേണ്ടത് ഖാശിയ, ഖാശിയ ഇങ്ങനെയാണിവിടം വഖഫ് എന്നതറിഞ്ഞിടണം. ഖാശിയ, ഖാശിയ ഇങ്ങനെയൊരു വഖഫില്ലേ ഇല്ലെന്നോർത്തിടണം. ഖാശിയ, ഖാശിയ ഇങ്ങനെയാണിവിടം വഖഫ് എന്നതറിഞ്ഞിടണം. ഖാശിയ, ഖാശിയ ഇങ്ങനെയൊരു വഖഫില്ലേ ഇല്ലെന്നോർത്തിടണം. മനസ്സിലായല്ലോ? ഇനി ഈ ഒരു അബദ്ധം ആർക്കും വരാൻ പാടില്ല.